കൂപ്പൺ മേടിച്ച് ഇതിനകത്ത് കയറ്റണം. കൂപ്പൺ മേടിച്ച് ഇതിനകത്ത് കയറ്റണേ അല്ല സർ, നമ്മള് കാശ് ഇതിനകത്തേക്ക് എങ്ങനെ കാശ് കയറ്റണം? ഇനി എന്നാലും ഒരുത്തം പറഞ്ഞിട്ട് ഇതിനകത്ത് കാശ് കയറ്റണം. നമ്മൾ ഇതിന്റെ അടുത്തൊക്കെ തുറന്നു നോക്കിയിട്ട് ഇതിനകത്ത് കാശ് കയറ്റാൻ പറ്റിയ തുളയിൽ കാണാനില്ല. അതല്ല സർ, നമ്മളൊരു കൂപ്പൺ മേടിക്കാൻ കിട്ടും കടയിൽ നിന്ന്. ഏത് കണക്ഷനാണോ കണക്ഷന്റെ ഇത്ര രൂപ കൂപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര ആവശ്യമുള്ള കാശിന് ഇപ്പൊ 500 രൂപയാണെങ്കിൽ 500 രൂപയുടെ കൂപ്പൺ മേടിക്കണം. എന്നിട്ട് അതിനകത്ത് നമ്പർ കൃഷിഭൂമിയായി മാറിയിരിക്കുന്നത്. ആരോഗ്യപ്രശ്നങ്ങളുടെ അരി വിഷമിക്കുന്ന എൻ്റെ വൈഫാണെങ്കിൽ ഈ വിഷത്തിൻ്റെയൊക്കെ ആയിരിക്കും വെള്ളം കുടിച്ച് ക്യാൻസർ വന്ന് മരിച്ചു. ഇപ്പം 3 മാസമായി വെച്ചിട്ട്. ഇതിപ്പം നമ്മുടെ കുട്ടനാട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ആശുപത്രി മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ കുട്ടനാട്ടിൽ ക്യാൻസറിൻ്റെ അളവ് കൂടുതലാണെന്ന്. അത് ഈ വെള്ളത്തിൽ നിന്നുള്ളതാണെന്നാണ്. ജലമലിനീകരണ രോഗത്താൽ പ്രധാനമായും ക്യാൻസർ കൈനകരിയെ കാർന്നു നിന്നുകൊണ്ടിരിക്കും. പണ്ട് ആവറേജ് 20 പരം മരണങ്ങൾ ഒരു വർഷം കൈനകരിയിൽ മാത്രം ക്യാൻസറും മൂലം നടക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിനകത്ത് 70% പച്ചവെള്ളമാണ്. മനുഷ്യ രക്തത്തിൽ 90% പച്ചവെള്ളമാണ്. തലച്ചോറിൽ 95% പച്ചവെള്ളമായിരിക്കെ കുടിക്കുന്ന ജലം മലിനമായാൽ വിഷമയമായാൽ ആ ബോഡിക്ക് പിന്നെ അങ്ങനെ അത് താങ്ങാൻ പറ്റുക. ക്യാൻസർ വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. മണ്ണിന്റെയും ജലത്തിന്റെയും ആരോഗ്യം തിരിച്ചുപിടിക്കാതെ കുട്ടനാടിന് ഭാവിയില്ല എന്ന് നാം തിരിച്ചറിയണം. അടിയന്തരമായി സമഗ്രതയിലൂന്നിയ ഒരു ജൈവ പദ്ധതിക്ക് മാത്രമേ കുട്ടനാടിനെ അതിന്റെ സമ്പന്നതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഉപേക്ഷിച്ച രോഗങ്ങൾ മാത്രം പെറ്റുപെരുകുന്ന കുപ്പത്തൊട്ടിയായി കുട്ടനാട് മാറും. മോനെ വാ, ചിക്കുമോനെ, ഡെറുമോനെ വാ. ഈ പരിപാടി സമർപ്പിച്ചത് അപ്പോളോ ഗോൾഡ്. വിശ്വാസത്തിലൂന്നിയ സ്നേഹബന്ധം. ഫോർ യു ഫോറെവർ. Reach where you wish. Chambers LED flashlight. മിംസ് ഹോസ്പിറ്റൽ, ഡോക്ടർ മിംസ് സമർപ്പിക്കുന്നത് മിംസ് ഹോസ്പിറ്റൽ, the first NABH accredited multi-speciality hospital in India, Calicut, Kottakkal. ഹലോ യൂസഫ്, താനെങ്ങോട്ടാ? ഡോക്ടർ മീൻസ്, ഞാൻ നാട്ടിലേക്ക്. ഉമ്മ ബാത്റൂമിലൊന്ന് വീണു, കാലിന് ഫ്രാക്ചർ ഉണ്ട്. എന്നിട്ടിപ്പോ ആശുപത്രിയിലാണോ? അതെ ഡോക്ടർ, പക്ഷെ പ്രശ്നം അതല്ല. സ്കാനിങ് കഴിഞ്ഞപ്പോഴാണ് ഉമ്മയ്ക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖമാണെന്ന് മനസ്സിലാവുന്നത്. യൂസഫ് പേടിക്കാതിരിക്കും. എനിക്ക് ഈ ട്രെയിനിലാണ് പോകേണ്ടത്. എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ യൂസഫ്. എന്താ ഡോക്ടർ അയാൾ ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ്? നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. അപ്പൊ ഇതിന് ലക്ഷണങ്ങളൊന്നും പ്രകടമാവില്ലേ? ഇല്ല, ഇതിന് പറയത്തക്ക ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് വല്ല പൊട്ടലും സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കൂ. ഇത് ശരിക്കും എങ്ങനെ സംഭവിക്കുന്നത്? പ്രായമാകുന്നതോടെ എല്ലുകളിലെ മിനറൽസ് നഷ്ടപ്പെടും.